നമ്മൾ വീട്ടിലും ഓഫീസിലൊക്കെ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഇന്റർനെറ്റ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏതൊക്കെ സൈറ്റിൽ കൂടെ പോകുന്നുണ്ട് എന്ന് നമുക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല, അല്ലേ? പക്ഷെ എന്നാൽ അവർക്ക് നമുക്കൊരു പർട്ടിക്കുലർ ടൈം കൊടുത്തിട്ട് കുറച്ച് സമയം, ഇപ്പൊ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം അവർക്ക് യൂട്യൂബ് എടുക്കാനൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം, വീട്ടിലാണെങ്കിൽ. പക്ഷെ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ നമ്മുടെ കാശ് കൊടുത്തിട്ട് അവർക്ക് യൂട്യൂബും ഫേസ്ബുക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി തീർച്ചയായിട്ടും ഇമ്പ്രൂവ്ഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും കൊച്ചുങ്ങളുടെ പുറകെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ട, എടാ ഈ യൂട്യൂബ് എടുക്കല്ലേടാ, ഫേസ്ബുക്ക് എടുക്കല്ലേടാ, ഇൻസ്റ്റാഗ്രാം എടുക്കല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതിൽ ഞാനിപ്പോൾ യൂട്യൂബ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബ് കണക്ട് ആവില്ല. അതുപോലെ തന്നെ എനിക്ക് ഫേസ്ബുക്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കണക്ട് ആവില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്യേണ്ട ജിമെയിൽ എനിക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് എനിക്ക് ഇന്റർനെറ്റ് ഇല്ലാത്തൊരു അവസ്ഥയല്ല, എനിക്ക് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ രണ്ട് സൈറ്റുകൾ വരാത്ത രീതിയിൽ ഞാനിവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ TP ലിങ്കിന്റെ ഒരു റൗട്ടർ പർച്ചേസ് ചെയ്യാം. അത് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സാധനമൊന്നും അല്ല. നിങ്ങൾ ഇന്റർനെറ്റ് എടുത്തപ്പോൾ കൊടുത്താൽ അത്രയും തന്നെ പൈസ കൊടുത്താൽ മതിയാകും. ഏതാണ്ട് ഒരു 4500 to 6000 ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഇതിന്റെ കോൺഫിഗറേഷൻ അടക്കം കോസ്റ്റ് വരുന്നത്. ഇതൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിലൂടെ എന്തെങ്കിലും ഒരു ഓഫീസിലേക്ക് നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6000 രൂപ എന്ന് പറയുന്ന വലിയ സംഗതി ആയിരിക്കില്ല ഒരു ഓഫീസിനെ സംബന്ധിച്ച്. അതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന പ്രൊഡക്ടിവിറ്റി വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോസ്റ്റ് ഒന്നും വളരെ വലിയ സംഗതി ഒന്നും ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ഭാവിയിൽ ഈ കുട്ടികൾ വഴിതെറ്റി പോകുന്നതൊക്കെ തടയാൻ സാധിക്കും, അല്ലെ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതെങ്ങനെയാണ്, എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഡിവൈസ് ഞാനിപ്പോ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിക് കോൺഫിഗറേഷൻസ് എല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു IP അഡ്രസ് ആ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടും. ആ ഒരു IP വെച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പ് ആ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യും. അപ്പൊ ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ആ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലോഗിൻ ചെയ്യുവാണ് കേട്ടോ. ലോഗിൻ ചെയ്ത ശേഷം ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു സെറ്റിംഗ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ യൂസർ IDയും പാസ്വേഡും നമ്മൾ കൊടുക്കുക, എന്നിട്ട് നേരെ അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. പാസ്വേഡ് അടിച്ച് തെറ്റിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ലോഗിൻ കൊടുത്തു, ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിന്റെ ഉള്ളിൽ കുറേ സെറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ഒരു ഡിവൈസിനെ തന്നെ നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. അതുപോലെ തന്നെ VPN റൗട്ടർ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇന്റർനെറ്റ് ഒക്കെ നമ്മുടെ ഓഫീസിലോ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും നല്ല അടിപൊളിയായിട്ട് നല്ല സ്പീഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇതിനകത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഫയർവാൾ ആണ്. ഈ ഒരു ഡിവൈസിനെ നമുക്ക് ഫയർവാൾ ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ പറ്റും. അപ്പൊ അതിനകത്തുള്ള ഒരു പരിപാടിയാണ് ഈ ബിഹേവിയർ കൺട്രോൾ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഒരു ചെറിയൊരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് URL ഫിൽറ്ററിംഗിലേക്ക് പോവാം. ബിഹേവിയറിൽ വെബ് ഫിൽറ്ററിങ്ങിനകത്ത് പോയിട്ട് URL ഫിൽറ്ററിംഗ് എടുക്കുക. അവിടെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളുണ്ടോ, ഇത് കണ്ടോ? യൂട്യൂബ് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫേസ്ബുക്കും ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഡിസേബിൾ ആയി കിടക്കുന്നതായിട്ട് കാണുന്നത്, കണ്ടോ? അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനത് ചെയ്തേക്കണതിന്റെ ആ ഒരു എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഞാൻ അവിടെ ചെയ്തു വെച്ചേക്കണത്. ഇപ്പൊ ഇവിടെ IP ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ IP ഗ്രൂപ്പ് എനിന്ന് കൊടുക്കുക. അതുപോലെ തന്നെ പോളിസി നമ്മൾ കൊടുത്തേക്കുന്നത് ഡിനൈ എന്നാണ്. ഡിനൈ മീൻസ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മോഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന URL പാത്താണ്. URL പാത്ത് ഞാനിപ്പോൾ ഈ കൊടുത്തേക്കുന്ന രീതിയിൽ കൊടുത്താൽ മതി. www.youtube.com കൊടുത്തു. അതുപോലെ തന്നെ star.youtube.com കൊടുത്തു. ഇവിടെ സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വൈൽഡ് കാർഡ് മാസ്ക് ആണ്. നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും വരാം അതിന്റെ ഫ്രണ്ടിലേക്ക്. അതുപോലെ തന്നെ ആ ഒരു youtube.com എന്ന് എഴുതിയേക്കുന്നതിന് മുമ്പിലും പുറകിലും ഞാൻ ഓരോ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഞാൻ വൈൽഡ് കാർഡ് മാസ്ക് അപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് എത്ര സൈറ്റുകൾ വേണമെങ്കിലും ഇങ്ങനെ താഴേക്ക് നമുക്ക് വേണമെങ്കിൽ എഴുതിയിടാം കേട്ടോ. സൈറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ സൈറ്റിന് ഓരോ URL സെറ്റപ്പ് ഒക്കെ കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ഫയലിൽ ഇങ്ങനെ കുറെ സൈറ്റുകളുടെ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വേണമെങ്കിൽ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എഫക്റ്റീവ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ
എനിന്നാണ് കിടക്കുന്നത്. അതായത് എല്ലാ സമയത്തും നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ബ്ലോക്ക് ആയി പോകും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീട്ടിലേക്കൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് ചെറിയൊരു ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എവിടെയാണോ കിട്ടണമെന്ന് വെച്ചാൽ അവർ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കൊടുക്കാതെ പഠനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരോട് പറയുക, നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 മണിക്കൂർ നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 മണിക്കൂർ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ബൈ ഡിഫോൾട്ട് ആ ഒരു ഡിവൈസിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ. അവിടെ എനിന്ന് മാത്രമേ കാണുള്ളൂ. പിന്നെ സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എനേബിൾഡ് ആണ്. നമ്മളിപ്പോൾ ഈ ഡിവൈസിൽ ഈ URL ഫിൽറ്ററിങ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി വയ്ക്കുക, എന്നിട്ട് ഓക്കെ അടിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് ഒറ്റ ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ എനേബിൾ ആകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് ആ ഒരു ടൈം എവിടെയാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഈ പ്രിഫറൻസസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൈം റേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ടൈം റേഞ്ച്. ആ ടൈം റേഞ്ചിൽ നമ്മൾ വന്നാൽ ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അതിനകത്ത് നമുക്കൊരു ടൈം ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ് ഈവനിങ് _6_8 PM അല്ല 7 PM എന്ന് ഞാൻ കൊടുത്തു. അതുപോലെ നിങ്ങൾക്ക് ഈവനിങ് _ ഇപ്പോൾ പിള്ളേർ പഠിച്ചു കഴിയുന്ന ആ ഒരു സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 തൊട്ട് 9 വരെ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ 8 to 9 ഇവിടെ കൊടുത്തിട്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഞാനത് അങ്ങനെ എഴുതി കൊടുത്തത്. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ആ വർക്കിംഗ് കലണ്ടർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മളിവിടെ 8 തൊട്ട് 9 അല്ലേ, അപ്പോൾ 8 മണി എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 20 അല്ലേ വരിക. അപ്പോൾ അത് എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്ക് ആ എല്ലാ ദിവസവും എന്നുള്ള ഓപ്ഷൻ ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഓക്കെ അടിക്കുക. അപ്പൊ ഇതിവിടെ ഒരു കലണ്ടർ പോലെ പറയണം കേട്ടോ. മൺഡേ ട്യൂസ്ഡേ, ഇനിയിപ്പോൾ സൺഡേ ഫുൾ അവർക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സൺഡേ ഫുള്ള് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഓക്കെ അടിക്കുക. എന്നിട്ട് നമ്മളിത് വീണ്ടും ഓക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ താഴേക്ക് കയറി വരും കേട്ടോ, ഇവിടെ ഈവനിങ് സമയം. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ബിഹേവിയർ കൺട്രോളിൽ പോയിട്ട് വെബ് ഫിൽറ്ററിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് URL ഫിൽറ്ററിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ടൈം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സാധനം ഇവിടെ വരും. ഇവിടെ നമ്മൾ ഇതൊന്ന് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം എനി ടൈം കിടന്ന സ്ഥലത്തേക്ക് വന്നിട്ട് എഫക്റ്റീവ് ടൈം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാം കേട്ടോ. ഈവനിങ് 8 to 9 PM എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ബ്ലോക്കിങ്, ഇഷ്ടമുള്ള സമയത്ത് അത് അലോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ആ രീതിയിലാണ് വരിക. ഇപ്പൊ ഞാൻ 8 തൊട്ട് 9 വരെയാണ് എന്ത് പറഞ്ഞേക്കണം, നമ്മുടെ അതെ യൂട്യൂബ് എടുക്കുന്ന കാര്യം പറഞ്ഞേക്കണത്. ഇനി നമുക്ക് യൂട്യൂബിന്റെ കേസിനകത്ത് നമുക്കൊന്ന് സെർച്ച് അടിച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ 8 തൊട്ട് 9 വരെയല്ലേ പറഞ്ഞേക്കണം. ഇപ്പൊ അവർക്ക് ആക്സസ് ആയോ എന്ന് നോക്കാം. ഞാനിപ്പോൾ റീട്രൈ എന്ന് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് എഫക്റ്റീവ് ആയി വരാൻ വേണ്ടി ഒരല്പം സമയം എടുക്കും. ദേ ബാക്ക് ഓൺലൈൻ നമ്മൾ എഴുതി കാണിച്ചു. ദേ ഇപ്പൊ എടുക്കാൻ തുടങ്ങി കണ്ടോ. അപ്പൊ നമ്മളത് എനേബിൾ ചെയ്തപ്പോഴാണ്, അതുവരെ അവിടെ അലൗഡ് ആയിരുന്നില്ല. ഇപ്പൊ ഞാനത് അലോ ചെയ്തു. പക്ഷെ ഇപ്പോഴും ഫേസ്ബുക്ക് ഡിനൈഡ് ആണ്. കാരണം ഫേസ്ബുക്കിന് നമ്മൾ ആ പറഞ്ഞേക്കണ സമയം എന്ന് പറഞ്ഞാൽ ഡിനൈ തന്നെ കൊടുത്തേക്കണം. ഇനി ഫേസ്ബുക്കിൽ നമ്മൾ ഇതേപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ആ സമയം മാറ്റി കൊടുക്കുവാണെങ്കിൽ ഫേസ്ബുക്കും അവർക്ക് ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റും. അതായത് കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് വരും. അവർക്ക് തോന്നിയ സമയത്തൊന്നും പോയിട്ട് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് തൊണ്ടയ്ക്ക് ആശ്വാസം കിട്ടും. അധികം വിക്സ് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. ഇതുപോലെ വേണം പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ കോൺഫിഗറേഷൻ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ കണ്ടാൽ മതി. താഴെ ആ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു മാസം 159 രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് യൂട്യൂബ് കട്ട് ചെയ്യും. ഞാനല്ലോട്ടോ, യൂട്യൂബ് കട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് അവർ നിങ്ങൾ കാണിച്ചു തരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.